മണലൂർ മണ്ഡലത്തിൽ വാടാനപ്പള്ളിയിൽ ബി.ജെ.പി കിറ്റ് വിതരണം ചെയ്യുന്നുവെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി ബി.ജെ.പി നേതാവും നടനുമായ ദേവൻ. കിറ്റ് വിതരണം ഉണ്ടായിട്ടില്ലെന്നും കിറ്റ് വിതരണം ചെയ്ത് വോട്ട് വാങ്ങുന്ന ഒരു പ്രസ്ഥാനമല്ല ബി.ജെ.പി എന്നും ദേവൻ പറഞ്ഞു. കിറ്റ് വിതരണം ചെയ്തു എന്നത് 100% അടിസ്ഥാനമില്ലാത്ത ഒരു പച്ചനുണയാണ് ദേവൻ പറഞ്ഞു. തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ ഉണ്ടാക്കിയ നുണക്കഥയെന്നും അദ്ദേഹം പ്രതികരിച്ചു. അവിടെ റെഡിയാവുന്നത് വരെ നമുക്കിവിടെ വന്നിരുന്ന ശേഷം ചായയിലെ കാപ്പ് കുടിച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം പോകാം എന്നാണ് ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വരുന്നത്. ഇവിടെ വന്ന് ഇറങ്ങി ഞാൻ അകത്ത് പോയി ഇതെല്ലാം മറ്റേ ഇതിൻ്റെ ഓണർ ചായ കുടിക്കാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വൈഫുണ്ടായിരുന്ന മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവർ ചായ കുടിക്കാൻ വേണ്ടി അവർ ചായ കൊണ്ടുവന്നു. അതൊരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഞാൻ അവിടെ ചെന്നിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഞാൻ ചായ ഇത് കയ്യിലെടുത്തപ്പോഴാണ് താഴെ ഈ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഭയങ്കരം ഒരു കമോഷൻ ഇൻ ദി സെൻസ് ഭയങ്കര മുദ്രാവാക്യം വിളിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ജനലിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ടി.എൻ. പ്രതാപൻ അദ്ദേഹത്തിൻ്റെ കുറേ അനുയായികളുമായിട്ട് ഇവിടെ നിന്നിട്ട് ഈ പിടിച്ച് വലിച്ച് അങ്ങനെ നിങ്ങൾ ദേവൻ ഇവിടെ വന്നത് കിറ്റ് വിതരണം ചെയ്യാനായിട്ട്. ഇവിടെ ദേവൻ ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി അത് കളക്ട് ചെയ്യാനായിട്ട് ഈ ദേവൻ വന്നിരിക്കുന്നു. ഞങ്ങളത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തി. അപ്പം ഞാനിവിടെ പറഞ്ഞു നമ്മൾ വന്നത് ഇതിനല്ലല്ലോ, യോഗത്തിനല്ല. അത് ഞാൻ ഓൾറെഡി ചാർട്ടേഡ് പ്രോഗ്രാം ഉണ്ട്. കാണിച്ചല്ലോ. അല്ല അതിന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. എനിക്ക് ഇവരായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ്, എന്റെ പാർട്ടിയുടെ ഒരു നേതാവാണ് റോഷൻ. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചേട്ടാ ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പൊ എനിക്കറിയില്ല സെക്കൻഡൊന്നും. ഇവിടെ വന്നു ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ടി.എൻ. പ്രതാപൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നുണ്ട് പിന്നെ ദേവൻ ഇവിടെ പിന്നെ ഈ കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നാന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും വലിയ കമോഷനായി. അപ്പോൾ തന്നെ രവീന്ദ്രനാഥ് മാഷ് CPM-ന്റെ ആളും കുറെ ഗാങ്ങും അവരെല്ലാവരും വന്നിട്ട് ഇവിടെ എല്ലാവരും കൂടി UDF-ഉം LDF-ഉം കൂടി ഭയങ്കരമായ പ്രകടനം ഇവിടെ നടത്തി. അപ്പോൾ ഞാൻ അവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ വന്നത് ഇവിടെ നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കിറ്റുകൾ എടുത്തു കൊണ്ടുപോയി വിതരണം ചെയ്യാനാണെന്നാണ് ഇവരുടെ ഒരു ഭാഗം.